വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ചാമ്പ്യൻസ് RCB രണ്ടാം തവണയും ചാമ്പ്യൻസ്. ഐ ഹേറ്റ് ദിസ് ടീം അരുൺ ബ്രോ, ഐ ഹേറ്റ് ദിസ് ടീം. കാരണം നമ്മുടെ ഫൈനൽ ഇവർ റോയിൻ ചെയ്തു. അതായത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈനൽ കാണാൻ കാത്തിരുന്ന നമ്മളെ വെറും ഒരു ഡള്ളായിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ട് ഗുജറാത്തിന് വലിയ അവസരങ്ങളൊന്നും കൊടുക്കാത്ത ഒരു ബോറിംഗ് ഫൈനലാക്കി മാറ്റി RCB. ശരിക്കും പറഞ്ഞാൽ എന്ത് ടീമല്ല. ഓപ്ഷൻ ടേബിൾ തൊട്ട് അവസാനം കപ്പടിക്കുന്നവരെ വേറെ ലെവല്. ഈ ഒരു സീസൺ അവർ കൊണ്ടുവന്ന് തൂക്കിയ ഒരു ഡിറ്റർമിൻഡ് ആയിട്ടാണ്. അവരുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും കപ്പടിച്ചിട്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ ജുജുബി മാറ്റർ എന്നുള്ളൊരു ഫീൽ. ഇതൊക്കെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് ഇനി എടുക്കും, വേണമെങ്കിൽ അടുത്ത വർഷം എടുക്കും എന്നുള്ളൊരു ലെവൽ. അവരുടെ ക്യാപ്റ്റൻ ഒരു ഹൈസ്കൂളാണ് രജത് പട്ടീദർ. നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ഒരു ഇതല്ല. ആളൊരു പ്രത്യേക ക്യാരക്ടറാണ്. ആ ഒരു കാംനെസ് ആ ഒരു ടീമിന് മൊത്തത്തിലുണ്ട്. എന്താണ് ഫീലിംഗ്? ഏത് മൂഡ്? ഒന്നും പറയാനില്ല. ടോപ്പ് ഓഫ് ദ വേൾഡ്, ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻഷിപ്പ്. ദിസ് ടീം ഡിസേർവ്സ് എ ചാമ്പ്യൻഷിപ്പ്, ടു ബി ഓണസ്റ്റ്. ഈ ടീമിന് ചാമ്പ്യൻഷിപ്പ് കൊടുക്കണം. അത് ഓപ്ഷൻ ടേബിൾ മുതൽ റോയി പറഞ്ഞു വിട്ട് ഇന്ന് കളി അവസാനിക്കുന്നിടം വരെയുള്ള ഡോമിനൻസിന് ഈ ടീമിന് ചാമ്പ്യൻഷിപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഇന്നിപ്പോ ബാംഗ്ലൂർ IPL ഫൈനൽ തോറ്റു പോയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ദിസ് ഈസ് എ ബെസ്റ്റ് ടീം ഓഫ് 2026 വിതൗട്ട് എനി ഡൗട്ട്. അത് ബാറ്റിംഗിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും സ്ട്രാറ്റജിയിലാണെങ്കിലും അനലിസ്റ്റിംഗിലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത്രത്തോളം ഔട്ട് പെർഫോം ചെയ്തൊരു ടീം ഈ അടുത്തിടയ്ക്കെങ്ങും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ദേ ഡിസേർവ് ദ കപ്പ്. ഇല്ല, തീർച്ചയായിട്ടും. അതെ, ഇതൊരു ന്യൂ ഇറാണ് IPL. അതായത് പണ്ടത്തെ തലതൊട്ടപ്പന്മാരൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് മാറിയുന്ന പുതിയ ടീമുകളാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഗുജറാത്ത് ആയാലും ശരി, RCB ആയാലും ശരി, രാജസ്ഥാൻ റോയൽസ് കയറി വരുന്നു, അതുപോലെ തന്നെ SRH കയറി വരുന്നു. സോ അങ്ങനെ ഒരു പുതിയ ഇറയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പതിയെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. RCBയുടെ സമയമാണ്. അപ്പോൾ ഇച്ചിരി അധികം ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഹേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഏത് വിധേന ഈ ടീം ഒപ്പെടുക്കരുതെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ട്. ബട്ട് അതെല്ലാം സൈഡിലേക്ക് മാറ്റി നിർത്തിയാലും ഈ ടീം ഇപ്പോൾ ചെന്നൈ ഫാൻ, ഞാനിപ്പോൾ നമ്മൾ സഞ്ജു ഉള്ളതുകൊണ്ട് ചെന്നൈ, മുംബൈ, ഞാൻ പഴയൊരു ഓൾഡ് മുംബൈ ഫാനാണ്. പക്ഷേ ഇതൊക്കെ ഈ ആംഗിളിൽ നിന്നൊക്കെ നോക്കിയാലും ഈ ടീം ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ടീമിൻ്റെ ഓപ്ഷൻ ടേബിൾ തൊട്ട് അവരുടെ സ്ട്രാറ്റജി തൊട്ട് അവരിപ്പോൾ ഈ കളിക്കുന്ന കളി, അതുപോലെ ഓരോ പ്ലേയേഴ്സും അവരുടെ ബാക്കപ്സ്, വേറെ ഒരു ടീമില്ല. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാനായിട്ട്, ഒരു കംപ്ലീറ്റ് ടീം എന്ന് പറയാനായിട്ട് വേറെ ഈ ഒരു സീസണിൽ വേറെ ടീം. ഇവരുടെ ബാക്കപ്സിൽ ഇരിക്കുന്ന പ്ലേയേഴ്സ് പോലും ഏതൊരു ടീമിനാണെന്നുണ്ടെങ്കിൽ അവർ പ്ലേയിങ് 11 ഡയറക്ട്ലി വരുന്ന കളിക്കാരാണ്. അതായത് രണ്ടാമൊരു 11 സുഖമായിട്ട് ഇവരുടെ ബാക്കപ്പിൽ നിന്ന് RCBക്ക് ഇറക്കാൻ പറ്റും. ടീം 2 എന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്ര സ്ട്രോങ് സ്ക്വാഡായിരുന്നു RCBക്ക് ഈ തവണ സംബന്ധിച്ച്. GT സംബന്ധിച്ചും ഒട്ടും നിരാശപ്പെടാൻ ഒന്നുമില്ല. ദേ പ്ലേഡ് വെരി ഗുഡ് ക്രിക്കറ്റ്. ദാറ്റ്സ് ദ റീസൺ വൈ ദേ ആർ ഇൻ ടു ഫൈനൽ. പക്ഷെ ലാസ്റ്റ് ഒരു ഗെയിം അവർക്ക് ഫേവറബിൾ ആയിട്ട് വന്നില്ല. അത് വരാത്തതിലും ഒരു സങ്കടം വിചാരിക്കേണ്ട. ബിക്കോസ് ദേ ഹാവ് ബീൻ ഡിഫീറ്റഡ് ബൈ ദ വെരി സ്ട്രോങ്ങസ്റ്റ് ടീം ഇൻ 2026 IPL എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. അങ്ങനെ ഒരു ടീമിന്റെ മുന്നിലാണ് അവർ ഡിഫീറ്റ് ആയത്. അതിനൊന്നും ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദേ പ്ലേഡ് റിയലി വെൽ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു GT എന്ന് പറയുന്നത്. അതായത് ഒരു മിഡിൽ ഓർഡറിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ടോപ്പ് ഓർഡറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ശുഭൻ ഗില്ലിനും സായി സുദർശനും അവർ എടുത്തുകൊണ്ട് ഇവിടെ വരെ എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ദേ ഡിസേർവ് അപ്രീസിയേഷൻ. അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്ക് എന്തായാലും മാച്ചിലേക്ക് വരാം. ടോസ് തൊട്ട് ശരിക്കും പറഞ്ഞാൽ RCBക്ക് ഈ ഒരു ഭയങ്കര ഫേവറബിൾ ആയിട്ട് വന്നു. ടോസ് കിട്ടി, GTയെ ബാറ്റ് ചെയ്യാൻ വിടുന്നു. GT ഏറ്റവും അടിക്കേണ്ട അടുത്ത് അടിച്ചു എന്നുള്ളത് RCB. അതിനകത്ത് മെയിനായിട്ട് ഇവർ ബാറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞാണ്, പ്രിവ്യൂലും പറഞ്ഞാണ്, ഗില്ലിൻ്റെയും സായി സുദർശൻ്റെ വിക്കറ്റ് അവിടെ വെച്ച് നോക്കിയാലും തിരിച്ച് റബാഡ ബോൾ ചെയ്യുന്ന സമയത്തല്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടിക്കേണ്ട അടുത്ത് അടിച്ചു തന്നെയാണ് RCB ഈ കപ്പ് എടുത്ത് ഈ ഫൈനലിൽ ഡോമിനേറ്റ് ചെയ്തത്. സോ ഫസ്റ്റ് ഇത് തന്നെ അവരുടെ ബോളിംഗ്, ആ ഒരു പവർ പ്ലേ RCBയുടെ ബോളിംഗ്, ഹേസൽവുഡ് ആൻഡ് ഭുവനേശ്വർ കുമാർ, ആ രണ്ട് പേര് പിന്നെ എന്താ പറയണം, അവിടെ തന്നെ അവർ തൂക്കി ശരിക്കും. അതെ, തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, RCBക്ക് ടോസ്, നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, RCBക്ക് ടോസ് കിട്ടി ബോളിംഗ് ഫസ്റ്റ് എന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി RCB ഈസ് ഗോയിങ് ടു വിൻ. ഇവിടെ ബെറ്റിംഗ് ലീഗലാണ്. സ്കൈ ആണ് ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യുന്നത്. ബെറ്റ് ചെയ്യാൻ പ്രൊമോഷൻ ഒന്നും ചെയ്യുമല്ല, പക്ഷെ ഇവിടെ ബെറ്റിംഗ് ലീഗലാണ്. RCBക്ക് ടോസ് കിട്ടി ബോളിംഗ് എടുത്തപ്പോഴേ തന്നെ ഞാൻ ലൈവിന്റെ വീഡിയോ മ്യൂട്ട് ചെയ്ത് നേരെ പോയി ആദ്യമേ ചെയ്ത് ബെറ്റ് വെക്കുകയും ചെയ്ത് RCB ഈസ് ഗോയിങ് ടു വിൻ എന്നുള്ള രീതിയിൽ. അത്രമാത്രം ഷുവറാണ് അവിടെ RCB ഇത്രയും കണ്ടീഷൻസ്. ഇപ്പം ടോസിന്റെ കാര്യം പറഞ്ഞാൽ രജത് പടിദാർ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഈ വർഷം 13 ടോസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു കളി കളിച്ചില്ല ഇഞ്ചുറി കാരണം. ബാക്കി 13 തവണകളിൽ ഒറ്റ തവണ മാത്രമാണ് പുള്ളിക്ക് ടോസ് കിട്ടാതെ പോയിട്ടുള്ളത്. ബാക്കി 12 തവണയും രജത് പടിദാറിന് ടോസ് കിട്ടി. ഗില്ല് പക്ഷേ ഒട്ടും വ്യത്യാസമായിട്ടല്ല. ഗില്ല് പറഞ്ഞിരുന്ന ടോസ് കിട്ടിയാലേ നമ്മളോട് ബാറ്റിംഗ് എടുക്കുകയുള്ളായിരുന്നു. പക്ഷേ രജത് പടിദാറിനെ സംബന്ധിച്ച് വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു. വെരി ഗുഡ് ടോസ് ടു വിൻ. പിന്നെ GT ആയിരുന്നെങ്കിൽ അത് അനന്തർ ബ്ലണ്ടർ എന്ന് ഞാൻ പറയാൻ പോകുള്ളൂ. ഒരു ബാറ്റിംഗ് ഫസ്റ്റ് അവരായിട്ട് തന്നെ ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ.
ഈ ടൂർണമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പോസിഷൻ GT ബാറ്റിംഗ് നയിക്കുന്ന 5 തവണ ഉണ്ടായിട്ടുണ്ട്. ഈ 5 തവണയും GT ജയിച്ചിട്ടുള്ളൂ. മിനിമം 36-40 റണ്ണിൽ ഓൺ ആൻ ആവറേജ് 5 തവണയും GT ജയിച്ചിട്ടേ ഉള്ളൂ ഒപ്പോസിഷൻ ബാറ്റിംഗ് നയിക്കുമ്പോൾ. അതിന് വ്യത്യസ്തമായിട്ട് 2025 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഒപ്പോസിഷൻ GT ബാറ്റിംഗ് നയിക്കുമ്പോൾ തോൽക്കുന്നത്. ബ്രോയി പറഞ്ഞുവിട്ട് ആ ബോളിംഗ് ബ്രില്യൻസ് കാണുന്നുണ്ടെങ്കിൽ സായ് സുദർശനും ശുഭ്മൻ ഗില്ലും പവർ പ്ലേയിലകം ഔട്ടായിട്ടുള്ള 4 ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. അതിൽ 3 തവണയും ബാംഗ്ലൂരിനെതിരെ. 1 ഫൈനൽ, 2 ക്വാളിഫയർ 1, അതിന് മുമ്പ് അഹമ്മദാബാദിലെ കളി. എനിക്കൊന്ന് ചിന്നസ്വാമിയിൽ മാത്രമേ ഉള്ളത് അങ്ങനെ ഒരു ഒക്കേഷൻ നടക്കാതെ പോയിട്ടുള്ളത്. അത്ര പ്യുവർ പ്ലാൻസ്. ലൈക്ക് എന്താണ് കഴിഞ്ഞ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ മോർ ഫ്രീക്വന്റ്ലി ഷോർട്ട് ബോൾ അവർ ട്രൈ ചെയ്തു. പക്ഷേ ഈ തവണ ദേ വർ സർപ്രൈസിങ് ദ ബാറ്റ്സ്മാൻ വിത്ത് ദ ഷോർട്ട് ബോൾ. ബാറ്റ്സ്മാൻ അറിയാം ഷോർട്ട് ബോളിന് വേണ്ടിയാണ് പ്ലാൻ. പക്ഷേ എല്ലാ ബോളും ഷോർട്ടായിട്ട് പോകാതെ ഒരു ബോൾ മാത്രം, ഒരു ഓവറിൽ ഒരു ഷോർട്ട് ബോൾ മാത്രം ഒരു സർപ്രൈസിങ് ഡെലിവറി കൊടുത്തുകൊണ്ടാണ് ഈ തവണ ബാംഗ്ലൂർ അറ്റാക്ക് തുടങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് ഓവർ തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഡർഫി സ്റ്റാർട്ട് ചെയ്തു. ഡർഫിക്ക് അത്ര ലെങ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതിയപ്പോൾ തന്നെ ഉടനെ അടുത്ത എൻ്റെ ഇന്ന് ഹേസൽവുഡിനെ കൊണ്ടുവന്നു. ഹേസൽവുഡിന്റെ ലൈക്ക് എന്താണ് എക്സ്പീരിയൻസ് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് നോക്കണം. ഹേസൽവുഡിനെ ഫസ്റ്റ് ബോൾ ഗില്ല് അറ്റാക്ക് ചെയ്തു മിഡ് വിക്കറ്റിന്റെ മണ്ടക്കൂടെ. അപ്പോഴേ അറിയാം 2 ബോൾ കോൺസിക്യൂട്ടീവ്ലി ഗില്ല് സ്റ്റെപ്പ് ഔട്ട് ചെയ്യത്തില്ല. ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഹൈ ഇന്റന്റ് ലൈക്ക് ഹൈ എഫേർട്ട് ബോൾ വെച്ച് തന്നെ ഗില്ലിനെ പൊക്കി. അതും രജത് പാടിതാറിന്റെ ഒരു ബ്രില്യന്റ് ക്യാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ സായ് സുദർശനെ ഈ ടൂർണമെന്റിൽ നിന്നല്ല ത്രൂ ഔട്ട് ദ കരിയറിലെ 2ാമത്തെ തവണയാണ് ഈ പറയുന്ന ഭുവനേശ്വർ കുമാർ വിക്കറ്റ് എടുക്കുന്നത്. അതും ഒരു സർപ്രൈസിങ് ഷോട്ട് ഡെലിവറി. അതും രജത് പാടിതാറിന്റെ ജിതേഷ് ശർമ്മയുടെ ഒരു എക്സെപ്ഷണൽ ക്യാച്ച് ആയിരുന്നു. അതെ അതെ, ഈ ടോസ് അവർക്ക് കിട്ടി, GT ബാറ്റിംഗ് വിട്ടപ്പോൾ തന്നെ GT ശരിക്കും എപ്പോഴുള്ള പോലെയല്ല, ഗില്ലൊക്കെ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഈ ഒരു പിച്ചിൽ ഒരു ടോട്ടൽ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു ഒന്നാമത് കാര്യം GTക്ക് ഈ ഗില്ലും സായ് സുദർശനും ഔട്ടായാൽ ഈ ടീം ഇല്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം സ്വന്തമായിട്ട്. സോ ആ ഒരു പ്രഷർ തീർച്ചയായിട്ടും അവർക്കുണ്ടായിരുന്നു. ഗില്ല് നമ്മൾ ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗില്ല് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ, അതിന് തൊട്ടുമ്പത്തെ ബോളാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് അടുത്ത ബോളാണ് ഔട്ട് ആവുന്നത്. ഗില്ല് അതിന് ട്രൈ ചെയ്തു, പക്ഷേ ഹി വാസ് അണ്ടർ പ്രഷർ. സായ് സുദർശൻ അതുപോലെ അണ്ടർ പ്രഷർ ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്കൊരു തിരിച്ചു വരാനായിട്ട് അവരുടെ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബട്ട്ലർ അപ് ടു ദ മാർക്ക് പെർഫോം ചെയ്തില്ല. ഇന്ന് ഞാൻ പ്രിവ്യൂലൊക്കെ പറഞ്ഞ സായ് സുദർശൻ വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് ബ്രില്യന്റ്ലി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബട്ട്ലറിനെ ഔട്ടാക്കിയ രീതി. എന്താണ് ബോളിംഗ് ബ്രില്യൻസ്, അല്ലെ എന്താണ് കൃണാൽ പാണ്ഡ്യയുടെ ബ്രെയിൻ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് ലാസ്റ്റ് ബോൾ പുള്ളി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു കൃണാൽ പാണ്ഡ്യയെ തന്നെ. അപ്പോൾ കൃണാൽ പാണ്ഡ്യക്ക് ഉറപ്പാണ് അടുത്തത് കയറി വരുമെന്ന്. പുള്ളി അത്ര എറിഞ്ഞതിൽ ഒറ്റ ബോളേ ഉള്ളൂ വൈഡ് യോർക്കർ ഇത്ര പേസിൽ എറിഞ്ഞത്. ആ ബോൾ തന്നെ കയറി ഇറങ്ങി, അല്ലെ അത്ര പുള്ളിക്ക് ഉറപ്പാണ്. അതാണ് റീഡിങ് ദ ബാറ്റ്സ്മാൻ അപ്പ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിന്റെ ഇടയ്ക്കും പറയേണ്ടതാണ് റസിഖ് ദാസ് സലാമിന്റെ ഒരു വിക്കറ്റ്, നമ്മുടെ ആരായിരുന്നു നിഷാന്ത് സിന്ധു, അതും അതുകൂടെ ഒരു ഓട് ബൗൺസ് ഡെലിവറി. ഇത് 8 പേരിൽ ഏകദേശം 6 പേരും ഔട്ടായിരിക്കുന്നത് ഫ്ലാറ്റ് ബാറ്റ് ചെയ്തിട്ടാണ്. ഇനിഷ്യലി ഞാൻ വിചാരിച്ചു ബോൾ ഒരു ടച്ച് സ്ലോവർ ആവുന്നുണ്ട്, ബോൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഇനിഷ്യലി ഉള്ളൊരു ബോളിംഗ് കാഴ്ചവെച്ചത്. പക്ഷേ ഈ പറയുന്നോട്ട് അതിനോട് തന്നെ എടുത്ത് പറയേണ്ടതാണ്, ഹോൾഡറിനൊന്നും കൃത്യമായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല, ബട്ട്ലറിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 23 ബോൾ ഫേസിംഗിലും പുള്ളി സ്ട്രഗിൾ ചെയ്യായിരുന്നു ഒരു ബൗണ്ടറി കണ്ടെത്താൻ. അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ വളരെ നന്നായിട്ട് ആ ഇന്നിങ്സ് പുള്ളി കാഴ്ചവെച്ചു. സാഹചര്യത്തിനനുസരിച്ച് കളിച്ചു. ഈ ഹോൾഡറിനെ നമ്മൾ അന്ന് രാജസ്ഥാന്റെ കാര്യം പറഞ്ഞല്ലോ, ഹോൾഡറിനെ അവർ ഹോൾഡ് ചെയ്തു. അതായത് ഹോൾഡറിനെ ഇപ്പോൾ മറ്റേ വേറെ ആരായിരുന്നു അർഷദ് ഖാനെയൊക്കെ ഇറക്കി, അതിനുശേഷം തിവാട്ടി ഇറക്കിയതിന് ശേഷം ഹോൾഡറിനെ ഇറക്കുന്നത്. ശരിക്കും ഇവർക്കൊരു 15 ഓവറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 5 ഓവേഴ്സ് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതായത് 60 റൺസ് 70 റൺസ് അടിച്ചു കഴിഞ്ഞാൽ, ഈവൻ 16ാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ ഒരു 50 റൺസ് 4 ഓവറിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ 165 to 170 വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഫുൾ ഓണായിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഇവരെ ഇത്രയും ബാറ്റ്സ്മാർ ഇരിപ്പുണ്ട്. ഹോൾഡർ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മിഡിൽ ഓവേഴ്സിൽ, അതായത് ഒരു 10 ഓവറൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ വന്നിട്ട് നല്ല ഷോട്ട്സ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ. അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. തിവാട്ടി അത്ര റിസൾട്ട് ഈ ഒരു സീസണിൽ അത്ര ഇതായിട്ട് കാണിച്ചിട്ടില്ല ഒരു ഫിനിഷർ എന്നുള്ള രീതിയിലൊന്നും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹോൾഡറിനെ അവർ ശരിക്കും കുറച്ച് ലേറ്റായിട്ട് ഇറക്കിയത്. അർഷദ് ഖാനെ അതുപോലെ നോക്കണം, അർഷദ് ഖാനെ അവർ ഇറക്കിയിട്ടത് അടിക്കാനാണ്, 2 6 അടിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവിടെ ഹേസൽവുഡ് വന്നു തൂക്കി. അപ്പോൾ തന്നെ അല്ലെങ്കിൽ കളി അവിടെ വീണ്ടും മാറുന്നൊരു സമയമാണ്. അപ്പോൾ കറക്റ്റായിട്ട് എപ്പോഴൊക്കെ GT ഗെയിമിലേക്ക് തിരിച്ചു വരാൻ ഒരു ചെറിയ ഗ്ലിംസ് കാണിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് തൂക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ബട്ട്ലറിനെ എടുത്തതായാലും അർഷദ് ഖാനെ എടുത്തതായാലും ഈവൻ ലാസ്റ്റിൽ വന്നിട്ട് ഹോൾഡറിനെ ഭുവനേശ്വർ കുമാർ എടുത്തതായാലും അവിടെ ഒരു 2 6 വന്നിരുന്നെങ്കിൽ ഒരു 10 റൺസ് വന്നാൽ തന്നെ അത് തീർച്ചയായിട്ടും അതിനെ ബാധിക്കും. അത് തീർച്ചയായിട്ടും. അപ്പൊ മൊത്തത്തിൽ ബോളിംഗ് ഡോമിനൻസ് തന്നെയാണ് ഇടയ്ക്ക്. അതായത് ലോങ്സ്റ്റ് ബോൾസ്
വിതൗട്ട് എ ബൗണ്ടറി ഇൻ IPL ഫൈനൽസ് ആണ് ഇത്. 40 ബോൾ അവർ ഇറക്കി ബൗണ്ടറി ഇല്ലാതെ പോയി. 40 ബോൾ, അപ്പൊ ഏകദേശം 7 ഓവറുകൾ എന്ന് വേണമെങ്കിൽ പറയണം. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് 6 അടിക്കുന്നത് ഇവർ 12.2 ബോളിലാണ്. അതും ഈ ഹർഷദ് ഖാൻ അവരുടെ ഫസ്റ്റ് 6 വരുന്നത് 12.2. അതും ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും ലേറ്റ് ആയിട്ട് 6 അടിക്കുന്ന ടീമായിട്ട് മാറി അങ്ങനെ GT. ഇപ്പൊ 1 to 6 നോക്കിക്കഴിഞ്ഞാൽ അവർ 7.5 എന്ന റൺ റേറ്റിൽ പോയി, 2 വിക്കറ്റ് നഷ്ടത്തിൽ. 7 to 15 നോക്കിക്കഴിഞ്ഞാൽ 6.6 60 റണ്ണിന് 3 വിക്കറ്റ് എന്നുള്ള ഫേസിൽ പോയി. അതുകൊണ്ട് തന്നെ 16 to 20 50 റൺ എടുത്തു, 10 per ഓവർ പോയി. പക്ഷെ അത് ഒന്നും ഈ പിച്ചിൽ പോരായിരുന്നു. അവരൊരു 180 അല്ലെ ഒരു 190 അവരെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ സുഖമായിട്ട് അവരുടെ ബോളേഴ്സ് കളി ജയിപ്പിച്ച് കൈ കൊടുത്തേനെ. തീർച്ചയായിട്ടും അത് നല്ല ഗെയിം ഓൺ ആയിരുന്നു. കാരണം അവർ ആ ഒരു രീതിയിലാണ് അവർ എറിഞ്ഞപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് RCB ബാറ്റ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബാറ്റിങ്ങിൽ അതാണ് ഇപ്പോൾ എന്താ പറയുന്നത്, അവരുടെ ശരിക്കും അവർ എക്സ്പോസ്ഡ് ആയി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇവർ എപ്പോഴെങ്കിലും എക്സ്പോസ്ഡ് ആവും ഇവരുടെ മിഡിൽ ഓർഡർ എന്നുള്ളത്. അവർ എവിടെയെങ്കിലും ഇട്ട് പിടിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ മാച്ചിലും പറഞ്ഞത്, അത് ശരിക്കും ഫൈനലി ഇട്ട് പിടിച്ചു എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ബട്ട്ലർ ആയിരുന്നു അവിടെ അവരൊരു ഇന്നിങ്സ്. ഇപ്പൊ ഇന്ന് എല്ലാ മാച്ചിലും ഗില്ലും സായി സുദർശനും കളിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഇന്ന് ബട്ട്ലർ ആയിരുന്നു സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത്. ബട്ട്ലറിന് നമ്മൾ ആദ്യമേ പറഞ്ഞ ബ്രോയും എടുത്തെടുത്ത് പറഞ്ഞാണ് ബട്ട്ലർ ടച്ചിലല്ല, ഹാൻഡ് ഐ കോർഡിനേഷൻ പുള്ളിക്ക് ഇല്ല എന്നൊക്കെ. അത് ശരിക്കും പഴയൊരു ബട്ട്ലറിന് ഒരു നിഴൽ പോലും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ. അത് ഇനിഷ്യലി മുതൽ കാണാം. സായി സുദർശന്റെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ എവിടാണ്? തേർഡ് മാൻ, പോയിന്റ്, സ്ക്വയർ, അല്ലെങ്കിൽ ബിഹൈൻഡ് കവേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇന്ന് എത്ര 4 അടിച്ചെന്നറിയാം അങ്ങോട്ട്, എത്ര ബോൾസ് കിട്ടിയെന്നറിയാം അങ്ങോട്ട് ഒരു ഷോട്ട് ചെയ്യാൻ? 0. ഒറ്റ 4 ഇന്ന് ആ സൈഡിലോട്ട് അടിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോഴേ സായി സുദർശൻ പ്രഷറിലായി. ഗില്ലിന്റെ ബോഡി ലൈനിൽ എത്ര ബോൾ എറിഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? 0. മനസ്സിലായി? അത്രത്തോളം പിൻ പോയിന്റ് പൊസിഷൻ ആയിരുന്നു. ബട്ട്ലർ വന്നു, ആദ്യമേ എന്താ ശ്രമിച്ചത്? LBW തന്നെ ഭുവനേശ്വർ കുമാർ എറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു 4 മറ്റോ ഫ്ലിക്ക് ചെയ്ത് പോയത്. ആ ഹാൻഡ് ഐ കോർഡിനേഷൻ കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വീഴുമെന്നറിയാം. അപ്പോഴും ആ ബട്ട്ലറിനെ ഡിഫെൻസീവ് ആക്കി കളഞ്ഞു അവിടെ. മനസ്സിലായി? ബട്ട്ലറിന്റെ ഡിഫൻസ് ആക്കി കളഞ്ഞു. അത്രമാത്രം ബ്രില്യന്റ് ആയിട്ട് അവര് ബോൾ ചെയ്യുന്നു. എല്ലാവരും എടുത്തു പറയണം, എല്ലാവരും. നമ്മൾ ഈ സ്കോർ കാർഡ് നോക്കുമ്പോൾ ആൾക്കാർ പലതും ഒരു 9.8 എന്നുള്ള രീതി കാണുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ന് കാണരുത്. ഇന്നത്തെ കളിയിൽ എല്ലാവരും കൃത്യമായ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഹേസൽവുഡിന്റെ ആണെങ്കിലും ഡഫിയുടെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഓവേഴ്സ് ഇച്ചിരി എക്സ്പെൻസ് ആയി പോയതുകൊണ്ടാണ് അവരുടെ ഫിഗേഴ്സ് ഇച്ചിരി വർണബിൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അത് നോക്കിയല്ല ഇന്ന് അവരെ ജഡ്ജ് ചെയ്യേണ്ടത്. അവർ കൊണ്ടുവന്ന സ്ട്രൈക്ക്, അവരെറിഞ്ഞ സ്പെല്ല് എല്ലാം ഒന്നിനൊന്നിന്. ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇല്ലാതെ ഒരു ടീം IPL ഫൈനൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ഒരു സ്പെഷ്യലിസ്റ്റ് 5 ബോളേഴ്സ് വരിക. നിങ്ങളുടെ പണി ഇതാണ്, ചെയ്തിട്ട് പൊക്കോ. കറക്റ്റ്, അവർ ചെയ്തിട്ട് പോയി. കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു മിഡിൽ ഓവേഴ്സിലുള്ള കണ്ടെയ്നിങ് നോക്കിയാൽ 5.75 എക്കോണമി. ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്, അവിടെ പ്രഷർ ബിൽഡ് ചെയ്യാനുള്ള വിക്കറ്റ് അല്ല, അവിടെ ഇത്രയും ടൈറ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്ത് എറിയുമ്പോൾ തന്നെ പ്രഷർ. ഇവരുടെ മുമ്പിൽ എപ്പോഴും ഇതൊരു ഫൈനലാണ്. ഇവരൊരു 150+ എത്ര അടിച്ചാലും ഞങ്ങൾക്ക് കളി ജയിക്കാൻ പറ്റുന്ന ഒരു അവിടെ ബാറ്റ് ചെയ്യുന്ന മിഡിലുണ്ട്. അപ്പോൾ ഇത് ടൈറ്റ് ആവുന്ന അനുസരിച്ച് പ്രഷർ ഈസ് ബിൽഡിങ്. സോ ആ ഒരു കൃണാൽ പാണ്ഡ്യയുടെ സ്പെല്ലെന്ന് പറയുന്നത്, ആ മിഡിൽ ഓവേഴ്സ് ഇത്ര എക്കണോമിക്കലായിട്ട് എറിയുമെന്ന് പറയുന്നത് വേറെ ലെവലാണ്. മാൻ ഓഫ് ഫൈനൽസ് എന്ന് വെറുതെ പറയുന്നതല്ല. എന്തായാലും നമുക്ക് RCBയുടെ ബാറ്റിങ്ങിലേക്കും കൂടെ വരാം. കിങ്ങിന്റെ താണ്ഡവം, അതിലുപരി ഫസ്റ്റ് ആ ഒരു തുടക്കം, നമ്മൾ ഇന്നും വെങ്കടേഷ് അയ്യർ കൊടുത്ത തുടക്കം, ഇറ്റ് വാസ് അമേസിങ്. ഒരു ഷോട്ട് ഒന്ന് മിസ്, ഒരു ചെറിയൊരു പാളിച്ച പറ്റി. അവിടെ സിറാജിന്റെ ചാൻസ് ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്, അത് മിസ്സായി. പിന്നെ പുള്ളി അത് എടുത്ത് തൂക്കി, ശരിക്കും പറഞ്ഞാൽ പവർ പ്ലേ തൂക്കി. അത് ഈ പറഞ്ഞിട്ട് ഇനിഷ്യലി ഫസ്റ്റ് ഓവർ സിറാജിന്റെ വാസ് വെരി വെരി ഫയറി സ്പെൽ. ആ ഫസ്റ്റ് ഓവർ സിറാജ് എറിഞ്ഞത് ലൈക്ക് ദ ബെസ്റ്റ് ഓവർ ദാറ്റ് ഹി ഹാവ് എവർ ബോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇച്ചിരി എന്തെങ്കിലും ഒരു ബോളിന് ഒരു മൊമെന്റ് കിട്ടിയപ്പോൾ തന്നെ ആ ഫസ്റ്റ് ഓവറെ പുള്ളി ഷേപ്പ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അപ്പോഴും വിചാരിച്ചു തീർന്ന് ഈ കളി സിറാജ് ഒരു 2-3 വിക്കറ്റ് എടുക്കുകയാണ്. പക്ഷെ എന്താണ് അപ്പുറത്തുനിന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ പ്ലാനുമായിട്ട് വന്ന് വെങ്കടേഷ് അയ്യർ റബാഡ എടുത്ത് 6 അടിച്ചു 2ാമത്തെ ഓവർ. പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് സിറാജിനാണെന്നുണ്ടെങ്കിലും പിന്നെ റിസ്ക് ഫ്രീ ക്രിക്കറ്റ് ഒന്നും അല്ല വെങ്കടേഷ് അയ്യർ കളിച്ചത്. പിന്നെ വെങ്കടേഷ് അയ്യർ ഇടയ്ക്ക് ക്രാമ്പായി, ഓടാൻ പറ്റുന്നില്ല, അത് അടുത്തൊരു സ്ട്രഗിളായി. കോഹ്ലി ആണെന്നുണ്ടെങ്കിൽ 1 to 6 ആണെങ്കിൽ കൂടുതൽ സിംഗിൾസ് പ്രിഫർ ചെയ്യുന്ന ആളാണ്, സ്ട്രൈക്ക് റൊട്ടേഷൻ പ്രിഫർ ചെയ്യുന്ന ആളാണ്. അത് നടക്കത്തില്ല എന്നുള്ള രീതിയിലായി. പിന്നെ രണ്ടുപേരും 2 സൈഡിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള അറ്റാക്ക് അങ്ങ് തുറന്നു വിട്ടത്. ഈ അതേകൂട്ട് 4ാമത്തെ ഓവർ എണ്ണം പറഞ്ഞ ഷോട്ടാണ്. ഓരോ ഷോട്ടും എന്തോ എന്നാ പട്ടക്ക്.
ആ 4 ബൗണ്ടറിയും ഒരു നിനക്ക് ഹൈ എഫോർട്ട് ബോൾ എറിയണോ, ഞാൻ പുള്ളടിക്കും. നിനക്ക് ഫുൾ ലെങ്ത് എറിയണോ, ഞാൻ ഫ്ലിക്ക് അടിക്കും. എങ്ങനെ എറിഞ്ഞാലും ഞാൻ അടിക്കുന്നുള്ളത് 4 എണ്ണം പട്ടേ 3 4 1 6. അതിനകത്ത് ആ ഫ്ലിക്ക്, ആ മിഡ് വിക്കറ്റിന്റെ മേളിൽ അടിച്ച് ഫ്ലിക്സ് മാൻ കോഹ്ലി സ്പെഷ്യൽ. അതാണ് കോഹ്ലി അതും ഫൈനലിലാന്ന് ഓർക്കണം. അതാണ് ആ ഫൈനലില് പുള്ളി ഈ പ്രായത്തില് അതും ഏറ്റവും പ്രഷർ സിറ്റുവേഷനിൽ വന്ന് അവിടെ റബാഡയാണ് അടിക്കുന്നത്, ഈ ടൂർണമെന്റിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറിനെ. പവർ പ്ലേയിലെ ടോപ്പ് വിക്കറ്റ് ടേക്കർ, പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ, കൺസിസ്റ്റന്റ്ലി 150+ ബോൾ ഡെലിവറി ചെയ്യുന്ന ആള്, അയാളുടെ ഹോം ഗ്രൗണ്ട് അവിടെ ചെന്ന് എന്നാ നിനക്ക് തരാടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷോട്ട്, ഇത് പ്യുവർ ഡോമിനൻസ് ആയിരുന്നു. പവർ പ്ലേ RCBയുടെ പ്യുവർ ഡോമിനൻസ് ആയിരുന്നു. ആ വിക്കറ്റ് ഈ സിറാജ് എടുത്തത് മാത്രമാണ് ഒരു പുൾ ബാക്ക് എന്നുള്ള രീതിയിൽ അവർക്ക് വന്നത്. അതും അടിപൊളി ഡെലിവറി. 147 മറ്റുമായിരുന്നു എറിഞ്ഞിരുന്നത്. ആ 147 മിസ് ടൈം ഷോട്ട് വന്ന് ഒരു വിക്കറ്റ് കിട്ടി. അതിനുശേഷം വന്ന വെങ്കിടേഷ് അയ്യറും ദേവദത്ത് പടിക്കലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നോട്ട് ഇനിഷ്യലി ആക്സിലറേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ബൈ ചാൻസ് എഡ്ജ് അടിച്ച് തേർഡ് മാനിൽ വിക്കറ്റ് പോയി. എന്നിട്ടും നിൽക്കുന്നില്ല കോഹ്ലി എന്തോ 18 ബോൾ കളിച്ചപ്പോ തന്നെ 40 ചില്ലറ റണ്ണായി. അതായത് പുള്ളിയുടെ കാരിയറിലെ ഫാസ്റ്റസ്റ്റ് 50 അടിക്കുക ഇന്ന്. അതായത് നീണ്ട 19 വർഷം കാത്തിരിക്കേണ്ടി വന്നു പുള്ളിക്ക് ഇത്ര ഒരു ഫാസ്റ്റസ്റ്റ് 50, 25 ബോളിൽ 50 അടിക്കുക എന്നുള്ള രീതിയിൽ എത്താൻ. അതും ഇങ്ങനെ ഒരു ഒക്കേഷനിൽ വന്ന് അടിക്കുന്നു എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. ഇപ്പൊ പറയടാ സ്ട്രൈക്ക് റേറ്റിനെ പറ്റി, ഇപ്പൊ സംസാരിക്കുക സ്ട്രൈക്ക് റേറ്റിനെ പറ്റി എന്നുള്ളതാണ് പുള്ളി ഇത് വരുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു പോകണം. സിറാജിന്റെ ആ ഫസ്റ്റ് ഓവർ മാത്രമല്ല, ആ പവർ പ്ലേയിൽ പുള്ളിയുടെ എനർജി, ആ ഒരു ടീം മാൻ, സിറാജ് എത്രത്തോളം ടീം മാൻ ആണെന്ന്, അതായത് കയ്യിൽ നിന്ന് കളി പോകാമെന്ന് സിറാജിന് അറിയാം. ഒരു സൈഡിൽ നിന്ന് റബാഡയ്ക്ക് അടി കൊള്ളുന്നുണ്ട്, എങ്കിലും പോയി ചൊറിഞ്ഞിട്ടായാലും വെങ്കടേഷ് അയ്യറിനെ ചൊറിഞ്ഞിട്ടായാലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ആ പ്ലെയർ അത് എത്രത്തോളം ഒരു പ്ലെയർ വിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് കാണിക്കുന്ന ഒരു കാര്യമാണ്. കോഹ്ലിയെ ചൊറിയുന്നില്ല അപ്പോഴും, കോഹ്ലിയുടെ മുഖത്ത് നോക്കാതാണ് പുള്ളി തിരിച്ചു വന്നത്. വെങ്കടേഷ് അയ്യർ ചൊറിയുമ്പോഴും കോഹ്ലിയുടെ അത്ര വലുതായിട്ട് പോകുന്നില്ല. ബട്ട് ഹീസ് എന്താ ജെം ഓഫ് എ പ്ലെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിറാജിനെ, അതും കൂടെ പറഞ്ഞു. അതുപോലെ തന്നെ റബാഡെ ഒരു കാര്യം സ്കില്ല് കറക്റ്റായിട്ട് ചെയ്തു. റബാഡെ 3ാമത്തെ ഓവർ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് വെങ്കടേഷ് അയ്യറിനെ രജത് പടിക്കലിനെ പൊക്കാനായിട്ട് പറ്റിയത്. പക്ഷെ അതേപോലെ ഒരു മണ്ടത്തരം കാണിക്കുകയും ചെയ്തു. അടുത്തത് സിറാജിനെ വീണ്ടും കൊണ്ടുവന്ന് പവർ പ്ലേ കഴിഞ്ഞ ഒരു ഓവറും കൂടെ കൊടുത്തു എന്നുള്ളത് എനിക്ക് നോക്കിയപ്പോൾ അത് അത്ര ഒരു നല്ല ഇതായിട്ട് തോന്നിയില്ല. അവിടെ ഒരു ഒന്നെങ്കിൽ ഹോൾഡറോ അല്ലെങ്കിൽ റാഷിദ് ഖാനോ വരണമായിരുന്നോ എന്ന് തോന്നി, കുറച്ചും കൂടെ ഏർലി ആയിട്ട്. അവിടെ ഒരു ചെറിയ ഒരു ഇത് പറ്റി എന്ന് തോന്നി. എന്തായാലും അങ്ങനെ പിന്നെ പറഞ്ഞിട്ട് RCBയുടെ ഗെയിം ഒരു നെയിൽ ബൈറ്റിംഗ് ഇല്ലാതെ എന്ത് കളി എന്നുള്ള രീതിയിലുണ്ട്. അത് അവരുടെ ഒരു ഫോർമാറ്റ് ആണ്. ഫാൻസിന് ഒരു നെയിൽ ബൈറ്റിംഗ് മൊമെന്റ് കൊടുക്കണം അവർക്ക്. ഞങ്ങൾ തോറ്റു പോകും, അവിടെ നിന്ന് കയറി വരണം. അവിടെയാണ് നായകനെ കണ്ടിട്ടില്ല. സിനിമയിലൊക്കെ ആണെങ്കിലും നായകനെ ആദ്യമേ കുറച്ച് അടിച്ചിടും വില്ലന്മാർ, എന്നിട്ടേ നായകൻ തിരിച്ചടിക്കത്തുള്ളൂ. അതേപോലെ റഷീദ് ഖാന്റെ ആ ഒരു 2 വിക്കറ്റ് ഉള്ള ഒരു ഓവർ, 9ാമത്തെ ഓവർ ഡബിൾ വിക്കറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. രജത് പടിദാർ ആ സമയത്ത് ആ ഒരു ഷോട്ടിന് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു ഡോറാണ് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർ കയറി ഇറങ്ങിയിരുന്നെങ്കിൽ ഫുൾ പടിദാറിന് കെട്ടണമായിരുന്നു. ഇത്രയും ഉണ്ടാക്കി വെച്ചൊരു ഫുൾ ഇമേജ് ഇന്ന് പുള്ളി കൊണ്ട് കളയാം. ഒരു ആവശ്യമില്ല ആ ഒരു ഇന്റന്റ് ആ ഒരു സമയത്ത് കാണിക്കേണ്ടത്. കാരണം റണ്ണേ ബോൾ പോലും വേണ്ടാത്തൊരു സമയമാണ്. അറ്റ്ലീസ്റ്റ് ആ പൊസിഷനിൽ ഒരു 30 റണ്ണോട് എടുത്തിട്ടാണ് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ടാണ് ഈ ഷോട്ട് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈ ഇന്റന്റ് പോകുന്നുണ്ട് ഒരു അർത്ഥമുണ്ട്. പോട്ടെ, എന്തുവേലും ജയിച്ചു, വിജയം കയ്യിലാക്കി, എന്നിട്ടാണ് ഈ കളിക്കുന്നതെന്ന്. പക്ഷെ അതല്ല വന്നത്. പിന്നെ കുണാൽ പാണ്ഡ്യയെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ആ ബോളിന്റെ ബ്രില്യൻസ് ആയിരുന്നു. പുള്ളി സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പുള്ളി എക്സെപ്ഷണൽ സ്വീപ്പർ ആണ്, പക്ഷെ ഇന്ന് കണക്ട് ആയിട്ടില്ല. ഓഫ് ഡേ. അത് ഒരു ഹൈ ഇന്റന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺവാണ്ടഡ് ഷോട്ട് കളിച്ചോ പോയതല്ല പുള്ളി. പിന്നെ അതിനുശേഷം വന്ന ടിം ഡേവിഡ് നല്ലൊരു പാർട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്തു കോഹ്ലിയായിട്ട്. ടിം ഡേവിഡിനെ പണി 18 നോക്കി റഷീദ് ഖാൻ വിക്കറ്റ് എടുക്കാൻ. പക്ഷെ അത് സൂക്ഷിച്ചു തന്നെ കളിച്ചുകൊണ്ട് നല്ലൊരു പാർട്ണർഷിപ്പ് അവിടെ കോഹ്ലിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. ബൈ ചാൻസ് ഒരു ടിം ഡേവിഡ് പോലും അറിഞ്ഞില്ല അത് ബാറ്റിനെ കൊണ്ടെന്നുള്ള കാര്യം. അങ്ങനത്തെ ഒരു വിക്കറ്റും പോയി ആ സമയത്ത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഒരു ചടങ്ങായിരുന്നു. അയ്യോ, അതിനിടയ്ക്ക് പ്രത്യേകം പറയണം ആ കോഹ്ലിയുടെ ക്യാച്ച് ഗില്ലെടുത്ത്. ഞാൻ പറയാൻ വന്നത് എന്താ പറയാ, ഗില്ല് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഈ ടൂർണമെന്റിൽ അവർക്ക് മിഡിൽ ഓവേഴ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഹോൾഡർ ഇന്ന് 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അതായത് അർഷദ് ഖാൻ 4 ഓവർ കംപ്ലീറ്റ് ചെയ്തു. അർഷദ് ഖാൻ ഇന്നും മോശമായിട്ട് ബോൾ ചെയ്തെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ
മോസ്റ്റ് ലൈക്ലി ആർക്കായിരിക്കും വിക്കറ്റ് എടുക്കാൻ ഒരു വിക്കറ്റ് ടേക്കിംഗ് നാക്ക് ഉള്ളത് ബോളർ എന്ന് പറയുന്നത്. അത് റാഷിദ് ഖാൻ ഹോൾഡർ എറിയുന്നു, റാഷിദ് ഖാൻ എറിയുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു, വീണ്ടും ഹോൾഡർ എറിയുന്നു, 2 ഓവറിൽ നിന്ന് 16 റൺസേ കൊടുക്കുന്നുള്ളൂ. പിന്നെ കൊണ്ടുവരുന്നത് അർഷദ് ഖാനെയാണ് കൊണ്ടുവരുന്നത് ഒരു രണ്ടിൽ നിന്ന്. അവിടെ ഈ ഒരു റാഷിദ് ഖാനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഹോൾഡർ പിന്നെ എറിയുന്നതേ ഇല്ല. അതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ ഒരു ഇമ്പാക്ട് അവാർഡ് കൊണ്ടുവന്നിട്ട് ഒരേ ഒരു ഓവറാണ് പ്രസിദ്ധ് കൃഷ്ണനെ വളരെ ലേറ്റായിട്ട് കളി ഇപ്പോൾ പോയി അവരുടെ കയ്യിൽ. അതെ, അതാണ് എനിക്ക് ഒരു മോശം തീരുമാനമായിട്ട് ഗില്ലിന്റെ സൈഡിൽ നിന്ന് തോന്നിയത്. കാരണം 8 മുതൽ 7 മുതൽ 15 വരെയുള്ള ഓവേഴ്സിന് ഇടയ്ക്ക് GTക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്ന ബോളർ പ്രസിദ്ധ് കൃഷ്ണയാണ്. അങ്ങനെ ഒരു ബോളറിനെ ഇമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഓവർ പോലും ആ സമയത്ത് ട്രൈ ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻസി ബ്ലണ്ടർ ആയിട്ട് എനിക്ക് തോന്നി. അതെ, അർഷദ് ഖാൻ അങ്ങനെ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ട് അവർക്ക് ചെയ്തു കൊടുത്ത ഒരാളുമല്ല. പിന്നെ അർഷദ് ഖാൻ കണ്ടിന്യൂസ് എറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട്. ഹോൾഡറിനെയും ട്രൈ ചെയ്തില്ല, പ്രസിദ്ധ് കൃഷ്ണനെയും ട്രൈ ചെയ്തില്ല. അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു മാച്ച് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ റബാഡയ്ക്ക് ഒരു ഓവർ ബാക്കി ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് റബാഡെ തിരിച്ചു ഒരു 13-12 ഓവറായപ്പോൾ റബാഡെ തന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് ഡൗട്ട് തോന്നി. പിന്നെ ആ സമയത്ത് കളി പോയല്ലോ കയ്യിൽ നിന്ന്. പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതേപോലെ എനിക്ക് അർഷദ് ഖാൻ 4 ഓവർ എറിഞ്ഞെങ്കിലും അർഷദ് ഖാൻ ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ബോളറായിട്ട് അവർക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. അർഷദ് ഖാനെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് അവർ കളിച്ചത്. വേണ്ടപ്പോൾ ഒരു ബൗണ്ടറി അടിക്കുക, അല്ലെങ്കിൽ സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് റൊട്ടേഷൻ ചെയ്യുക. ഇപ്പൊ ടിം ഡേവിഡിന്റെ വിക്കറ്റ് ആണെങ്കിൽ ടിം ഡേവിഡ് പോലും അറിയാതെ എടുത്തു പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അർഷദ് ഖാൻ എറിഞ്ഞെങ്കിൽ പോലും അത്ര ഒരു വിക്കറ്റ് ടേക്കിംഗ് ഡെലിവറീസ് എത്ര എറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് ദാൻ മേ ബി 4 or 5 എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അവർ ഈസി ആയിട്ടാണ് അർഷദ് ഖാനെ കളിച്ചത്. പക്ഷെ അത്ര ഈസി ആയിട്ട് അവിടെ പ്രസിദ്ധ് കൃഷ്ണയും കളിക്കാൻ പറ്റത്തില്ല, അത്ര ഈസി ആയിട്ട് അവർക്ക് അവിടെ ഹോൾഡറിനെയും കളിക്കാൻ പറ്റത്തില്ല. അത്ര 2 ഓപ്ഷൻ ഉണ്ടായിട്ട് പിന്നെയും എന്തുകൊണ്ട് ഈ അർഷദ് ഖാൻ പുറകെ പോയി എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് എനിക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത ലെങ്ത്, അവർ ഇന്ന് മോസ്റ്റ്ലി ഓപ്പറേറ്റ് ചെയ്തത് ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും, അതായത് ഒരു ബാറ്റ്സ്മാന്റെ ഒരു ചെസ്റ്റ് ഹൈറ്റിൽ പോലും എത്താത്ത രീതിയിലുള്ള ഷോർട്ട് ബോൾസ് ആണ് അവർ, അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഹൈറ്റിൽ പോലും എത്താത്ത രീതിയിലുള്ള ഒരു ഷോർട്ട് ബോൾസ് ആണ് അവർ ഇന്ന് ട്രൈ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കളികളിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഒരു ഷോൾഡർ ടു ഹെഡ് എന്നുള്ള രീതിയിലാണ് അവർ ഷോർട്ട് ബോൾസ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് അവർക്ക് ലെങ്ത് ചെറുതായിട്ട് മിസ്സായി എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ 160 ഒരു 155 എന്ന് പറഞ്ഞാൽ അവർ ഡിഫൻഡബിൾ അല്ല എന്ന് അവരുടെ ബോളേഴ്സിന് വളരെ വ്യക്തം. ഇനിഷ്യലി പവർ പ്ലേയിലൂടെ അടി കിട്ടിയപ്പോൾ തന്നെ അവർക്ക് വളരെ വ്യക്തമായി. പിന്നീട് അതിന് ലെങ്ത്തും ഒക്കെ മിസ്സായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അതെ അതെ, പ്രഷറാണ്. അത് ഫൈനലിന്റെ പ്രഷർ തീർച്ചയായിട്ടും. അത് പിന്നീട് ഒരു ഗില്ലിന്റെ കയ്യിൽ നിന്ന്, അത് പിന്നീട് റാഷിദ് ഖാനും ഗില്ലും കൂടെ ഒരു എല്ലാം കൂടെ ഉള്ള ആലോചിച്ചുള്ള പരിപാടിയൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് പോയി. ഗില്ലൊരു ഇൻഡിവിജ്വലി തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാവരെയും വിളിച്ചത് കൂട്ടിയൊക്കെ ആര് എറിയണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രഷറാണ് ഈ വിരാട് കോഹ്ലി അവിടെ റബാഡെ കൗണ്ടർ ചെയ്തത്. അതാ ഞാൻ പറഞ്ഞ അടിക്കേണ്ടടുത്ത് RCB അടിച്ചു. ഒന്ന് ഗില്ലിന്റെ സായ് സുദർശന് വിക്കറ്റ് എടുത്തുകൊണ്ട് അവർ ആണി അടിച്ചു. രണ്ടാമത് തിരിച്ച് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ റബാഡെ കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആണി അടിച്ചു. സോ അത് രണ്ടും കൃത്യമായിട്ട് ചെയ്തു. അവിടെ തന്നെ RCB സീൽ ചെയ്തു. അതാണ് ഈ ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് പിന്നെ അവിടെ അതിനുശേഷം പിന്നെ ഗെയിം ഇല്ല GTക്ക്. പിന്നെ പോരാത്തതിന് ഹോൾഡറിനെ യൂസ് ചെയ്തില്ല. ഹോൾഡർ ഇപ്പോൾ ഇവർക്കെല്ലാം ഷോർട്ട് ബോളിൽ വിക്കറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഹോൾഡറിനെ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതൽ ഈ അർഷദ് ഖാനെക്കാട്ടി വിക്കറ്റ് എടുത്ത് തരാൻ ചാൻസ് ഉള്ളത് ഹോൾഡർ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈവൻ പ്രസിദ്ധ് കൃഷ്ണ പോലും. സോ അതും മിസ് ചെയ്തു. ബട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഗില്ലിന്റെ ഇതുവരെ ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഇതുവരെ എത്തിച്ചത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈവൻ ബാറ്റിംഗ് ആണെങ്കിൽ പോലും ആ ഒരു ഫയർ തീർച്ചയായിട്ടും ഗില്ലിനുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണ് RCB മോസ്റ്റ് ഡിസേർവിംഗ് ടീം. അവർ രണ്ടാമത് കപ്പെടുത്തു. അതെ അതെ, ഇപ്പൊ നമ്മൾ ഗില്ലും CTയും ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം നമ്മൾ പ്രിവ്യൂല് പോലും ഞാനെന്ന് പറഞ്ഞ പ്ലെയർ ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റ്സ് GTക്കാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞാണ്. പക്ഷെ ടോസ് കിട്ടാനും പിച്ച് ഇച്ചിരുടെ നല്ല ബാറ്റിംഗ് സർഫസ് ആകാനും ഇച്ചിരുടെ ഫേവറബിൾ ആകാനും ഇനിഷ്യലി എറിഞ്ഞ ബോളേഴ്സിന് നല്ല സപ്പോർട്ട് കിട്ടാനും കറക്റ്റ് ഒരു ചാൻസ് RCBക്ക് കിട്ടിയപ്പോൾ നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞു ഒരു 50-50 ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം RCBയുടെ കയ്യിൽ ഒരു 60-40 എന്നുള്ള രീതിയിലേക്ക് RCB പോയി നിൽക്കുകയാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത് അവർക്ക് ഈ പവർ പ്ലേയിൽ ഔട്ട് പെർഫോമൻസ് കൊണ്ടായിരിക്കണം GTക്ക് എന്ത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതും നടന്നില്ല. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അവർ താഴോട്ട് പൊക്കോണ്ടാണ് ഇരുന്നത്. ഒരു സമയത്ത് പോലും അവരുടെ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് കാണിക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. RCB ഓൾ ടുഗദർ പ്ലേഡ് വെൽ. ദേ ഡിസേർവ് ദിസ് കപ്പ്. അടുത്ത വർഷവും അതേകൂട്ട് ഒരു വമ്പൻ സ്ക്വാഡാണ്. ബാക്കി എല്ലാ ടീമുകളും ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി എങ്ങനെ ബാക്കി ഒരു ടീമിനെ അസംബിൾ ചെയ്യണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അടുത്തത് തിരിച്ച് ചിഹ്നസമ്മയിലേക്ക് തന്നെ ആയിരിക്കും അവർ പോകുന്നത്. അടുത്ത കളികളെല്ലാം കളിക്കാൻ അടുത്ത വർഷം കണ്ടു തന്നെ അറിയാം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു ചേഞ്ചിന്റെ അല്ലെങ്കിൽ ഒരുപാട് വലിയ ഇളക്കത്തിന്റെ മാറ്റത്തിന്റെ ഒന്നും RCBയെ സംബന്ധിച്ച് ആവശ്യമില്ല.
GT സംബന്ധിച്ച് മറുപടി സൈഡിൽ കുറേ കട്ട്സ് ആവശ്യമുണ്ട്. ഈവൻ തെവാട്ടിയ, നിഷാന്ത് സിന്ധു അടക്കമുള്ള മിഡിൽ ഓർഡറിനെ പൊളിച്ച് എഴുതേണ്ട ഒരു ആവശ്യം GT മിഡിൽ ഓർഡർ സ്ട്രോങ് ആവാതെ അവർക്ക്. ഷാറുഖ് ഖാനൊക്കെ ഓൾറെഡി അവർ കളഞ്ഞ് ഇനി കളിപ്പിക്കുകയാണെങ്കിൽ അവരെ അടിക്കണം. പിന്നെ അല്ലാതെ ഷാറുഖ് ഖാനൊക്കെ അവർ ഓൾറെഡി കളഞ്ഞതാണ്. ഷാറുഖ് ഖാനിൽ നിഷാന്ത് സിന്ധു ഒക്കെ ഇനഫ് ചാൻസ് കൊടുത്തു. ഒരു യങ്സ്റ്ററാണ് ശരി സംബന്ധിച്ചു, പക്ഷെ ഒരു ടൂർണമെന്റിൽ എത്ര ചാൻസ് കൊടുക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇന്നൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഇന്ന് ആ ബട്ട്ലറിനെ നിഷാന്ത് സിന്ധുവിനെ വിട്ടതും തീർച്ചയായിട്ടും ഒരു ഡിഫൻസീവ് മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ബട്ട്ലർ പോലെ ഒരു ബാറ്റ്സ്മാനെ നിർത്തിയിട്ട് നിഷാന്ത് സിന്ധുവിനെ വിട്ടത്, അവിടെ ശരിക്കും ഒരു കൗണ്ടർ അറ്റാക്കിങ്ങോ അവിടെ ഒരു ഇന്നിങ്സ് ബിൽഡിങ്ങോ വേണ്ട ഒരു സമയത്ത് നിഷാന്ത് സിന്ധുവിനെ വിട്ടതും അവർ എത്രത്തോളം ഡിഫൻസീവ് ആയി ആ സമയത്ത് എന്നുള്ളതാണ്. അവർ പ്രഷറിലായി ശരിക്കും. അവിടെ ഗില്ലിന്റെയും സായ് സുദർശന്റെയും വിക്കറ്റ് പോയപ്പോൾ അവർ പ്രഷറിലായി എന്നുള്ളത് കാണിക്കുന്ന ഒരു ഡിസിഷനാണ് അത് സിന്ധുവിനെ വിട്ടത്. ഗില്ല് ഔട്ടായിട്ടുള്ള കളികളെല്ലാം ഇവര് ഭയങ്കര ഡിഫൻസീവായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ സാധാരണ വീഡിയോ ഒരു 30-35 മിനിറ്റ് ഒക്കെ ഒരു മാച്ചിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും. 25 മിനിറ്റ് ആയപ്പോൾ തീർത്ത RCB. അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഐ ഹേറ്റ് ദിസ് ടീം എന്ന്. അതായത് നമുക്കൊരു ഫൈനലിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള ഒരു ഫൈനലാണ് RCB നശിപ്പിച്ചൊരു കൊളാക്കിയത്. അതേപോലെ തന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ കോൺടെസ്റ്റിനകത്തില് ഇന്ന് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9 പേര് കറക്റ്റായിട്ട് 75 എന്നുള്ള കോഹ്ലിയുടെ സ്കോർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. 9 പേരുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും ഒരു ലൈവ് ഇതിനു വേണ്ടി തന്നെ നടത്തണം. നമുക്ക് നാളെ ഒരു ലൈവ് പോയിട്ട് ഈ ഒരു ഡ്രോ നടത്തി നമ്മൾ വിന്നറിനെ കണ്ടെത്തി അവരെ കോണ്ടാക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ സംഭവം ലോഞ്ച് ആവുന്ന വഴിക്ക് നമുക്ക് ആ ഒരു ഇത് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന്, ഈ നമ്മൾ ക്രിക്കറ്റ് അവസാനിക്കുന്നില്ല. നമ്മൾ കുറേ പേര് കമന്റ് സെക്ഷനിൽ പറയുന്നതായിട്ട് വി വിൽ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രിക്കറ്റ് അവസാനിക്കുന്നില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് വരുന്നുണ്ട്, ടെസ്റ്റ് മാച്ച് വരുന്നുണ്ട്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ODI മാച്ചസ് വരുന്നുണ്ട്. അവിടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ കളിക്കും, നോട്ട് ദ പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്, അവിടെ 5 T20 ഉണ്ട്, അവിടെ ODI ഉണ്ട്. പോരാതെ തന്നെ ഈ മാസം 12-ാം തീയതി വിമൻസ് വേൾഡ് കപ്പ് തുടങ്ങുന്നുണ്ട്. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വേറെയും എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് വേറെ ക്രിക്കറ്റ് ഒരുപാടുണ്ട്. ഞാൻ വിട്ടു, 1-2 കാര്യങ്ങൾ വിട്ടു. എന്തായാലും ക്രിക്കറ്റ് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ ഇനി വരുന്ന ക്രിക്കറ്റ്സ് എല്ലാം കവർ ചെയ്യും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ കണക്റ്റഡ്. ആരും എവിടെയും പിരിഞ്ഞു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വീഡിയോ, ഹാർദിക് പാണ്ഡ്യ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ചെയ്യാം. അതിനകത്ത് ഹാർദിക് പാണ്ഡ്യ എങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് അരുൺ ബ്രോ ടാക്ടിക്കലി എന്തൊക്കെയാണ് അതിന്റെ ചാൻസസ്, എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് പറയുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഈ IPL ഏറ്റവും മികച്ച 12 പേരെ ഞങ്ങൾ 2 പേരും സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് 2 ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. പിന്നെന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ? സബ്സ്ക്രൈബ്, ഹൈപ്പ്. അതെ, നമുക്ക് നാളെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലൈവ് ഒന്നുകൂടെ പോകാം. നാളെ വേറെ ഒന്നുമല്ല, വി ക്യാൻ ഗെറ്റ് ടു നോ ഈച്ച് അതർ. ഇപ്പം നമ്മൾ ഇന്നേരെ വൺ സൈഡഡ് ആയിട്ട് സംസാരിച്ച് നിങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു തവണ ക്രിക്കറ്റ് എല്ലാം മാറ്റി വെച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം എന്നുണ്ട്. അതിന് ഫ്രീ ആയിട്ട് പറ്റുന്ന ടൈം ഉള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്നിരിക്കാം. അതേപോലെ തന്നെ നാളെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലക്കി ഡ്രോ നടത്തി ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് പുള്ളിയെ എത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. നാളെ മുതൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ടീമുകളുടെ എല്ലാം ഈ സീസണൽ പെർഫോമൻസും അതിന്റെ റിവ്യൂസും ഒരു SWOT അനാലിസിസുമായിട്ട് ഉള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും 10 ടീമിന്റെയും സീസണൽ പെർഫോമൻസ് റിവ്യൂ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നാളത്തെ ലൈവിൽ നമ്മൾ കുറച്ച് ചിറ്റ് ചാറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ IPL മൊത്തത്തിലുള്ള മറ്റ് പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു രസകരമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ നമുക്ക് സംസാരിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഡ്രോയും നടത്തി വിന്നറിനെ നമുക്ക് തീരുമാനിക്കാം. കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ മാച്ച് കാണുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുന്നു, ക്രിക്കറ്റ് അവസാനിക്കുന്നില്ല. ആരും പിരിഞ്ഞു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ സപ്പോർട്ട് വേണം. പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പങ്കുവെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞങ്ങൾ ആസ് എ സ്റ്റാർട്ടിങ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ആ റിപ്പോർട്ടർ ചാനലിലെ കമന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വേറൊരു ചാനലിൽ അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ആസ്
ആസ് എ ബിഗിനേഴ്സ് നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ്. സോ ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഓസ്ട്രേലിയയിൽ നിന്നും അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഈ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ ഒരുപാട് സന്തോഷമുണ്ട്. സോ അതുകൊണ്ട് കീപ് സപ്പോർട്ടിങ്. നമ്മൾ തീർച്ചയായിട്ടും ഇനി ഒരുപാട് ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ അരുൺബ്രോ ആയിട്ട് ഒത്തുകൂടുന്നവരെ ബൈ.